കാര്യം ഉറപ്പ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മൈക്ക് മ്യൂട്ടാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ നല്ല നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയയിൽ ഇരുന്നിട്ട് മുഴുവനായിട്ടും ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരുപാട് ആളുകളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇന്ന് ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നിട്ട് നമുക്ക് ഒരു മലയാള പ്രോഗ്രാം ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അവസരം നൽകിയിട്ടുള്ള സർവശക്തൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ് ഓൾ. ഓക്കെ, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ആയിരിക്കും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരുപാട് ആളുകളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നിങ്ങൾക്ക് മുമ്പിലൂടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന വ്യക്തിയെ കുറിച്ചിട്ട് പറയാനെന്നുണ്ടെങ്കിൽ ഒരു പ്രവാസി ആയിരിക്കെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ നേട്ടങ്ങൾ സ്വന്തം ലൈഫിലും മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു കാരണക്കാരനായിട്ടുള്ള അബ്ദുൾ റൌഫ് സാറിനെ ഈ ഒരു പ്രോജക്റ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൃദ്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അബ്ദുൾ റൌഫ് സാർ. താങ്ക് യു സാലി സാർ, താങ്ക് യു സോ മച്ച്, യുവർ വാം വെൽക്കം. വളരെ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അബ്ദുൾ റൌഫ് എന്നാണ്. സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന നല്ലൊരു ബന്ധുവിന്റെ, നല്ലൊരു സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും കൃത്യമായി ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം ഓൾ. നമ്മളെല്ലാവരും തന്നെ മാന്യമായിട്ട് അധ്വാനിക്കുകയും പണമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ മിസ്സാകുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുമില്ല. എന്തുകൊണ്ടാണ് അത് മിസ്സാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കാത്തതോ അല്ല പണം ഉണ്ടാക്കാത്തത് കൊണ്ടോ അല്ല, പക്ഷെ എവിടെയോ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലോകത്ത് ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിൽ പോലും പണിയെടുത്ത് പണം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും അവരുടെ ജീവിതത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു വളർച്ചയോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയോ കാണിക്കാൻ പറ്റാത്തതിന്റെ കാരണം അതാണ് നമ്മൾ ഇന്ന് തിരയാൻ പോകുന്നത്. എല്ലാവരും ജീവിതത്തിൽ തിരയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇതാണ്: ആരോഗ്യപരമായ ജീവിതവും സാമ്പത്തികപരമായിട്ടുള്ള ഒരു വളർച്ചയും. ഇത് രണ്ടുമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത്, നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് ലൈഫും വിത്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും. ഇതാണ് നമ്മൾ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പണിയെടുക്കാത്തത് കൊണ്ടാണോ നമുക്ക് ഇത് കിട്ടാത്തത്? അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാത്തത് കൊണ്ടാണോ നമുക്കിത് കിട്ടാത്തത്? എന്തിൻ്റെയൊക്കെയോ ഒരു കുറവ് നമ്മുടെ ലൈഫിലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇദ്ദേഹത്തിന്റെ പേരാണ് മൊണ്ടേസിംഗ് അൽവാലിയ എന്ന് പറയുന്നത്, നമ്മുടെ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ പ്ലാനിംഗ് കമ്മീഷൻ. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: നമ്മുടെ ഓരോ വർഷവും പ്രതിവർഷവും നമ്മുടെ ജീവിത ചെലവുകൾ 35% കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു കണക്ക് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇന്ത്യയിൽ ഒരു എക്കോണമിക് സർവേ ഉണ്ട്. ആ എക്കോണമിക് സർവേ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഓരോ മാസവും ഒരു മലയാളിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവുകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ഈ 1980 കാലഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിന്, അത് വലിയ കൂട്ടുകുടുംബാട്ടോ, അണുകുടുംബമല്ല, വലിയ കൂട്ടുകുടുംബത്തിന് ജീവിക്കാൻ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം മാന്യമായിട്ട് ജീവിച്ചു പോരായിരുന്നു. പക്ഷേ അതൊരു 20 വർഷം കഴിഞ്ഞപ്പോൾ 2000-ലേക്ക് എത്തിയപ്പോൾ അത് 10,000 രൂപയിലേക്ക് എത്തി. അപ്പോഴേക്കും നമ്മുടെ കുടുംബമൊക്കെ ശിഥിലമായി ഇങ്ങനെ ചെറുതായിട്ട് കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോഴും 10,000 രൂപയാണ് ഒരു കുടുംബത്തിന് ആവറേജ് ഒരു മാസം ചെലവാക്കാൻ. ഇപ്പൊ നമ്മൾ പ്രസന്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം എപ്പോഴാ? 2020 ആണ്. ഇപ്പോൾ 2025 2020-2025 കാലഘട്ടങ്ങളിൽ ആ ഒരു വർഷത്തിൽ നമുക്ക് ഒരു ലിവിങ് കോസ്റ്റ് അല്ലെങ്കിൽ ജീവിത ചെലവ് എന്ന് പറയുന്നത് നമുക്ക്
1,00,000 രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് നമ്മുടെ ജീവിത ചെലവ് വന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന അവശ്യ സാധനങ്ങളുടെ വില അല്ലെ, എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പെട്രോളിന് വില, ഡീസലിന് വില കൂടിക്കൊണ്ട് ഗോൾഡ് ഒക്കെ അങ്ങ് വിണ്ണ് തൊട്ട് നിൽക്കുന്ന സമയമാണ് അല്ലെ, ആകാശം തൊട്ട് നിൽക്കുന്ന സമയമാണ് ഗോൾഡിനൊക്കെ. മക്കളെ കെട്ടിക്കാനുള്ളവർക്കൊക്കെ ശരിക്കും അത് മനസ്സിലാകും എവിടെ എത്തി നിൽക്കുന്നുണ്ടെന്നുള്ളത്. ഓരോ പ്രതിവർഷം ഓരോ വർഷവും നമ്മുടെ ജീവിത ചെലവുകൾ ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2025 നിന്നും 2040 എന്ന വർഷത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ ഒരു കുടുംബത്തിന്, ഒരു അണുകുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ചെലവാക്കേണ്ടി വരിക 10 ലക്ഷം രൂപയാണ്. 1980, 2000, 2020 ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2040 നമ്മൾ ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് നമ്മുടെ ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ എങ്ങനെ നമുക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റും? നമ്മൾ എടുക്കുന്ന മേഖലയിലൂടെ നമുക്ക് ആ വരുമാനം സ്വായത്തമാക്കാൻ, ആ വരുമാനം എടുക്കാൻ കഴിയുമോ? നമ്മുടെ രാജ്യത്ത് 4 സെക്ടറിലാണ് വരുമാനം കിട്ടുന്നത് അല്ലെ. ഈ പറയുന്ന 4 സെക്ടറിലാണ് നമുക്ക് വരുമാനം വരുന്നത്. ഒന്ന് അഗ്രികൾച്ചർ ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാലത്ത്. അന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയിരുന്നതും കൃഷിയിൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമാണോ നമ്മുടെ മുന്നിലുള്ളത്? പ്രകൃതി ദുരന്തങ്ങൾ അല്ലെ, ഇനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഉണ്ടാക്കാൻ ഭയങ്കര പൈസയാണ്, അത് വിറ്റാൽ വലിയ ലാഭങ്ങൾ കർഷകർക്ക് കിട്ടുന്നുമില്ല. വൻകിട മാർക്കറ്റുകളുടെ പല പ്രശ്നങ്ങൾ കാരണം ഇത് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് കൂടുതൽ ലാഭം എടുക്കാൻ ഒരു കർഷകനും സാധിക്കുന്നില്ല. അതൊന്നും പറയണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ളവരെ കർഷക വൃത്തിയിലേക്ക് അല്ലെങ്കിൽ കാർഷിക വൃത്തിയിലേക്ക് പറഞ്ഞു വെക്കോ? നമ്മുടെ മക്കളെ, നമ്മുടെ പാരന്റ്സിനെ ഒന്നിനെ നമ്മൾ കാർഷിക വൃത്തിയെ ആശ്രയിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് ഇന്ത്യയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. തൊഴിലെടുക്കും, ജോലിക്ക് പോകുമെന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ തൊഴിലിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അൺഎംപ്ലോയ്മെന്റും അണ്ടർ എംപ്ലോയ്മെന്റും ഇത് രണ്ടും രൂക്ഷമാണ്. കേരളത്തിൽ മാത്രം 86% തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയം കേരള ഗവൺമെന്റ് അടക്കം പറയുന്നു, നിങ്ങൾ ഗവൺമെന്റ് ജോലിയെ ആശ്രയിച്ച് നിൽക്കരുത്, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യുക. കാരണം കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക അഥവാ നമുക്ക് പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ 600 കോടി ഈ ബഡ്ജറ്റിലാണ് ഇപ്പൊ പാസ്സായപ്പെട്ടത്. അപ്പൊ എത്ര പേർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ ഇന്ന് വൻ പ്രതിസന്ധിയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. പോരാത്തതിന് ഇന്ന് AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റത്തോട് കൂടിയിട്ട് ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പഠിച്ച ജോലി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പൊതുസമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ യുവാക്കളും യുവതികളും അവർ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ അവർക്ക് പണിയെടുക്കാൻ കഴിയുന്നില്ല. ചെറിയ വരുമാനത്തിന്, തുച്ഛമായ വരുമാനത്തിന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അൺഎംപ്ലോയ്മെന്റും അണ്ടർ എംപ്ലോയ്മെന്റും എന്ന് പറയുന്ന അവസ്ഥ അതിരൂക്ഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇന്ന് ഓരോ വർഷവും പ്രതിവർഷവും 1 കോടി മുകൾ ആളുകൾ ഓരോ വർഷവും പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഗവൺമെന്റിന്റെ അടുത്താട്ടെ, പ്രൈവറ്റ് സെക്ടറിന്റെ അടുത്താട്ടെ, NGO മതസംഘടനകളുടെ അടുത്താട്ടെ, ആരെടുത്തും വ്യക്തമായിട്ടുള്ള ഒരു തൊഴിൽ കൊടുക്കാൻ ഇന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്തോ കേരള ഗവൺമെന്റിന്റെ അടുത്തോ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും ചെറിയ സാലറിക്ക്, ഏറ്റവും ചെറിയ ആ അവസ്ഥയിലേക്ക് മാത്രമേ കൊടുക്കാൻ പോകുള്ളൂ. ഇപ്പൊ KSRTC പണി മുടക്കിയിട്ടുണ്ട്, ഇന്നത്തെ പത്രത്തിലുണ്ട്, നിങ്ങൾക്ക് അറിയാം. സാലറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ന് KSRTCയും പല രീതിയിൽ പണിമുടക്കുകൾ വരുന്നു. പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും സ്ട്രൈക്ക് നടക്കുന്നു. ഇനി ഗവൺമെന്റ് സ്ഥാപനമല്ല, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചെറിയ വേതനത്തിന്, ചെറിയ വരുമാനത്തിന് ആളുകളെ കുത്തിക്കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. 50,000 രൂപ വരുമാനമാകുന്നതിനെ പിരിച്ചുവിട്ട് 5 ആളെ 10,000 രൂപക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു വരുമാന സ്രോതസ്സായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഇനി മൂന്നാമത്തെ, എസ്പെഷ്യലി മലബാറിനെ സംബന്ധിച്ചിടത്തോളം അതർ ഓപ്ഷൻ ആണ് ഗൾഫ്, അബ്രോഡ് എന്ന് പറയുന്ന ഒരു സാധനം. ഇനി കേരളത്തിലെ ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിലേക്കും തൊഴിലെടുക്കാൻ വേണ്ടിയിട്ടും പഠനത്തിനും വേണ്ടിയിട്ട് പോയിട്ട് അവിടെ കുടുങ്ങി നിൽക്കുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ സൗദിയിലാണെങ്കിൽ സ്വദേശിവൽക്കരണം, ഞാൻ അതിന്റെ ഇരയായ ഒരു വ്യക്തിയാണ്, എനിക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പൊ ഒമാനൈസേഷനിലാണ്. ഖത്തറും ഇതുപോലെ അവരുടെ സ്വദേശിവൽക്കരണത്തിലാണ്. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, ബഹ്റൈൻ പൂർണ്ണമായിട്ടും സ്വദേശിവൽക്കരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊതുമേഖലയിൽ മുഴുവൻ അവർ ഈ വർഷം മൊത്തം സ്വദേശിവൽക്കരിക്കാനുള്ള പദ്ധതികളാണ്. എത്രയോ ആളുകളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ പോവാൻ കിടക്കുകയാണ്. നിങ്ങളത് അറിയാത്തത് കൊണ്ടായിരിക്കും. സോ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യവും ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യവും 2025 സ്വദേശിവൽക്കരണത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ടേ പോവുകയാണ്. ഒരുപാട് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ്. സോ അബ്രോഡ് എന്ന് പറയുന്നതും ഇപ്പൊ സേഫ് അല്ല.
പണ്ട് ഒരുപാട് ആളുകൾ ഗൾഫ് പോയിച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ട്, പണം ഉണ്ടാക്കാത്ത ആളുകളുണ്ട്. അത് കഴിഞ്ഞ് ഗൾഫ് ഉപേക്ഷിച്ചുകൊണ്ട് പല ആളുകൾ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് ആ പണിക്ക് നല്ല വെട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ ആളുകളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന വാർത്തകളൊക്കെ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നുണ്ട് അല്ലെ. പഠിക്കാൻ പോയ ആളുകൾ അവിടെ തൊഴിലെടുക്കുന്ന, അവർക്ക് അവിടെ തൊഴിൽ വിസ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരെയും കയറ്റി അയക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അബ്രോഡ് എന്ന് പറയുന്നതും ഒരു സേഫ് അല്ലാത്ത വരുമാന സ്രോതസ്സാണ്. ഇനി നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു വരുമാന സ്രോതസ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുകിട ബിസിനസ് നമുക്ക് ആരംഭിക്കാം. കയ്യിലിരിക്കുന്ന ഒരുപാട് പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വീടും സ്ഥലവും ഒക്കെ നമ്മൾ ലോൺ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പണയം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടോ നമ്മളൊരു കുഞ്ഞു ബിസിനസ് ആരംഭിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കോമ്പറ്റേറ്റ് ചെയ്യേണ്ടത് ഇന്ന് ഇന്ത്യയിലെ വമ്പന്മാരുമായിട്ടാണ്. പണ്ടാണെങ്കിൽ തൊട്ടടുത്തൊരു ചെറിയ കുഞ്ഞു കടയെ വരാറുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. വൻകിട സൂപ്പർ മാർക്കറ്റുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും കടന്നുകയറ്റമാണ്. നിങ്ങൾക്കറിയാം കേരളത്തിൽ എത്ര പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത്. വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുമ്പോൾ അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള സകല ചെറുകിട വ്യവസായക്കാർക്കും വൻ ക്ഷീണമുണ്ടാകും. ഇവിടെ 50 രൂപ കുറച്ചു കൊടുത്താൽ അവിടെ 100 രൂപ കുറച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കോർപ്പറേറ്റുകളുമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ബിസിനസ് എന്ന് പറയുന്നത് നമുക്കൊരു വൻ വെല്ലുവിളിയായിട്ടുണ്ട്. പണ്ട് നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യേണ്ടത് ചെറുകിട വ്യവസായക്കാരായിട്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഭീമൻ കോർപ്പറേറ്റുകളുമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അത് പോരാത്തത് കൊണ്ട് ഓൺലൈൻ വ്യാപാരം എന്ന് പറയുന്നത് തകൃതിയായി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ ചെറുകിട വ്യവസായങ്ങളെല്ലാം വൻ പ്രതിസന്ധിയിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതും നമുക്കൊരു വരുമാന സ്രോതസ്സായിട്ട് ഇപ്പൊ കാണാൻ സാധിക്കില്ല. ഇനി ലക്ഷങ്ങളും കോടികളും നിങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പോലും ഒരുപാട് സമയമെടുക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏണിങ്സ് കിട്ടണമെങ്കിൽ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ 1% മാത്രമേ നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്കും തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു, പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ 50% ഇന്ത്യയിലോ ലോകത്തോ വരികയാണെങ്കിൽ ഒരാൾക്കും ഇവിടെ തൊഴിലെടുക്കാൻ പറ്റാത്ത, വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറും. സോ ഈ കറന്റ് സിറ്റുവേഷനിൽ, ഇപ്പൊ നടക്കുന്ന ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്കൊരു വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ എന്ത് മേഖലയാണുള്ളത്? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ കണ്ടെത്താത്തതിന്റെ പ്രശ്നമാണ്. സോ ആ ഒരു മേഖലയെ കുറിച്ചാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളോട് ബഹുമാനമുള്ള, നിങ്ങളോട് സ്നേഹമുള്ള നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങൾ വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്ത് ആ ഒരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വൈകിയ വേളയിൽ നിങ്ങളെ ഇവിടെ വിളിച്ചെടുത്തിട്ടുള്ളത്. എന്താണെന്നറിയോ ആ മേഖല? അതിൽ ആദ്യത്തെ മേഖല ഞാൻ പറയും നിങ്ങളോട്, ദാറ്റ്സ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ മേഖല. ടെക്നോളജിയുടെ ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കാലത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും നിങ്ങളുടെ ലിവിംഗ് സ്റ്റൈൽ മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മേഖല നിങ്ങൾ സെലക്ട് ചെയ്താൽ ഇവിടെ ഉണ്ടാകും. ലോകം അവസാനിക്കുന്നതിന്റെ ആ ദിവസം വരെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ലോകം പിടിച്ചു നിൽക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. ബിൽ ഗേറ്റ്സ് പറയുന്നു, നിങ്ങളുടെ ബിസിനസ് ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിൽ യു ആർ ഡൂയിങ് വെരി പവർഫുൾ ബിസിനസ്. അത് നിങ്ങൾ ഇന്റർനെറ്റിൽ ഇല്ലാത്ത ബിസിനസ് ആണെങ്കിൽ യു ആർ ദ ഔട്ട് ഓഫ് ദി ബിസിനസ് ആണ്, നിങ്ങളുടെ ബിസിനസിന്റെ പുറത്താണ് എന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർനെറ്റ് ലോകത്തിന്റെ പുറത്താണ് എന്ന് നിങ്ങളോട് അറിയാം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലേ, റേഷൻ കടയിൽ പോയാൽ വരെ തമ്പി ബ്രഷം കൊടുത്തുകൊണ്ട് മൊബൈലിലേക്ക് OTP വന്നുകൊണ്ടാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് വരെ സാധനം കിട്ടുന്നത്. കുട്ടികൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഓൺലൈൻ ആയിട്ടാണ്. എല്ലാ ബിസിനസ്സുകളും നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ്. സോ ഇന്ന് ഓൺലൈൻ ആയിട്ടുള്ള ഓരോ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും മേഖല നിങ്ങൾ ചൂസ് ചെയ്യണം. ഇനി മറ്റൊരു മേഖലയുണ്ട്, അതിന്റെ പേരാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇത് ശരിക്കും നമ്മൾ പഠിക്കണം. 2020 കൊറോണയ്ക്ക് മുന്നേ വരെ ഇത് ആളുകൾക്ക് അത്ര അവെയർ ഇല്ലാത്തൊരു മേഖലയായിരുന്നു വെൽനസ് എന്ന്. പക്ഷേ കുറെ വർഷങ്ങൾക്ക് മുന്നേ 1942 കാലഘട്ടങ്ങൾ മുതൽ ഈ വെൽനസ് എന്ന് പറയുന്ന പ്രിവെൻഷൻ മേഖല നിലവിലുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ പഠിക്കണം, ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖല ഇനി വരുന്ന 60 വർഷം ഹൈ ഡെക്കേഡ്സിൽ വളരാൻ പോകുന്ന ഒരു മേഖലയാണെന്ന് 2000 കാലഘട്ടങ്ങളിൽ തന്നെ ദ വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ബുക്കിൽ പോൾ സെയിൻ പിൽസർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അത് പോസ്റ്റ് കോവിഡിന് ശേഷം വളരെ അച്ചട്ടമായിട്ടുള്ള ഒരു മേഖലയായി മാറി വെൽനസ് എന്ന് പറയുന്നത്. ഇന്ന് ഹെൽത്ത് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികൾ, ഇങ്ങനെയുള്ളതൊക്കെ ഹെൽത്ത് മേഖലയാണ്. അതിന്റെ വളർച്ച എവിടെ ഇരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങളുടെ നാട്ടിലെ ഓരോ ക്ലിനിക്കുകളും ഓരോ ഹോസ്പിറ്റലുകളും ഏത് ലെവലിൽ വളർന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനേക്കാൾ വലിയ രീതിയിലുള്ള വളർച്ച വരാൻ പോകുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ
വളർച്ചയുള്ള ഒരു മേഖലയാണ്. ഇതിന്റെ കൂടെ വളരുന്ന ഒരു മേഖലയുണ്ട്, അതിന്റെ പേരാണ് വെൽനസ് മേഖല അഥവാ പ്രിവെൻഷൻ മേഖല എന്ന് പറയുന്നത്. ആളുകൾക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈ മേഖലയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ. രോഗം വന്നിട്ട് നിങ്ങൾക്ക് ചികിത്സിക്കാനാണോ താല്പര്യം, രോഗം വരാതിരിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? അതിന്റെ ഉത്തരം നിങ്ങൾക്ക് എസ്, അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനാണെങ്കിൽ ദാറ്റ്സ് റീസൺ, അതാണ് അതിന്റെ കാരണം. ഈ വെൽനസ് റവല്യൂഷൻ ഇത്രയും കൂടുതൽ വളരാനുള്ള കാരണം. ഇനി വളരാൻ പോകുന്ന 60 വർഷം ഈ മേഖലയാണ് ഇവിടെ ഫ്ലറിഷ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ്, നിങ്ങൾക്ക് ജീവിത ചെലവുകൾ നിങ്ങൾക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് എത്താൻ സാധിക്കും. ഇനി മറ്റൊരു മേഖലയുണ്ട്, ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് പണമില്ലാതെ അല്ലെങ്കിൽ പൈസ ഇറക്കാതെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് യൂട്യൂബിൽ, അല്ലെ? ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായിക്കൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെ നമുക്കറിയാം. പക്ഷെ ഇവിടെ അമിതാഭ് ഖാൻ IAS എന്ന് പറയുന്ന നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞൊരു കാര്യമുണ്ട്. യു ആർ ദ കൊളാബറേറ്റീവ് സെല്ലിംഗ് പ്രൊഫഷണൽസ് ആർ ഡൂയിങ് വെരി റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം വെറുതെ പറയില്ല, അദ്ദേഹം ഒരു പണ്ട് മുൻ കോഴിക്കോട് കളക്ടർ ആയിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ്, കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളാണ് രാജ്യത്തിന്റെ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. കാരണം ചെലവില്ലാതെ, വലിയ രീതിയിലെ മുതൽ മുടക്കില്ലാതെ, അധ്വാനത്തിലൂടെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട്, ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം. ഇതിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്വാളിറ്റി ലൈഫ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് മൂന്നിൽ ഏതെങ്കിലും പ്രവർത്തിച്ചാൽ പോലും നിങ്ങൾ ഇന്ന് രക്ഷപ്പെടും. പക്ഷേ നിങ്ങൾ ഈ മൂന്നിലും കൂടി ഉണ്ടെങ്കിലോ, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ സാധ്യതയും ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ സാധ്യതയും ടെക്നോളജി ബേസുമായിട്ടുള്ള ഇന്ത്യയിലെ ദ ബെസ്റ്റ് കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. 2014 മുതൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് ഇന്റർനെറ്റിന്റെ സാധ്യതയും ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ സാധ്യതയും ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ സാധ്യതയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ മാസവും 5,50,000 യൂണിറ്റ് പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് മുതൽ സാപ്പ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വൻകിട കോർപ്പറേറ്റ് കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 43 രാജ്യങ്ങളിൽ നിലവിൽ ബ്രസീൽ അടക്കമുള്ള, UK അടക്കം, ഓസ്ട്രേലിയ അടക്കമുള്ള GCC രാജ്യങ്ങളടക്കം 43 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ GST അടച്ചിട്ടുള്ള നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്താ പറഞ്ഞത്? യു ആർ ഡൂയിങ് വെരി റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അപ്രീഷിയേറ്റഡ് ബൈ GST ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ GST പെയ്ഡ് ചെയ്തതുകൊണ്ട് ആ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലും നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്ന ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിലെ ദ ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അവാർഡ് നേടിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ദ എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് പോലും ചീഫ് മിനിസ്റ്റർ കർണാടകയിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ CA അൻസാർ എന്ന് പറയുന്ന വ്യക്തി. സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1000-ഓ 2000-ഓ 10,000-ഓ പ്രോഡക്റ്റുകളില്ല, വെറും 5 പ്രോഡക്റ്റുകൾ കൊണ്ട് 43 രാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. എന്താണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ, ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യകത പറയുന്നു. ഇന്ന് മനുഷ്യൻ ഒരുപാട് ആളുകൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, നല്ല ആരോഗ്യത്തോടെ കൂടെ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ആരും സേഫ് അല്ലാത്ത ഒരു സാഹചര്യമാണ്. ദിനം പ്രതി ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ കാർഡിയാക് വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ഹാർട്ട് അറ്റാക്ക് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫെഡറേഷൻ ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു സംഘടന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ മണിക്കൂറിലും ഓരോ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ അതിന്റെ കാരണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകളെ നമുക്ക് നാച്ചുറൽ ആയിട്ട് അലിയിച്ചു കളയാൻ പറ്റുന്നില്ല. അതിനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇന്ത്യയിലെ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പ്രോഡക്റ്റിനെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ
ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിന്റെ പേരാണ് അസൈബർ എന്നാണ് ആ ഒരു ഇൻഗ്രീഡിയൻസിന്റെ പേര്. ഇത് ഇന്ന് ഏറ്റവും നമ്പർ 1 ആന്റി ഓക്സിഡന്റ്, ആന്റി ഏജിങ് സപ്പോർട്ടർ ആണ്, ഇമ്മ്യൂൺ ഹെൽത്ത് സപ്പോർട്ടർ ആണ്, കാർഡിയാക് സപ്പോർട്ട് ആണ്. ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. അസൈബർ എന്ന് പറയുന്ന ഈ പഴം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏക പ്രോഡക്റ്റ് എന്ന് പറയുന്നത് AS10, അമേരിക്കയുടെ സ്പേസ് ഡ്രിങ്ക് ആണ്. അത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അത് ആളുകൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടല്ല ആ ഒരു നാസ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ആസ്ട്രോണേഴ്സിന് സ്കിൻ ക്യാൻസറും ഏജിങ്ങും വരുന്ന സമയത്ത് അവരെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി അടക്കം ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ 60ഓളം ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞിട്ടുള്ള ഒരു പഴമാണ് ഈ അസൈബറി എന്ന് പറയുന്ന പഴം. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയിലല്ല ലോകത്ത് ഒരൊറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അതിന്റെ പേരാണ് iPulse എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ്. രാവിലെയും വൈകുന്നേരം 30 മില്ലി ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും വൈറ്റമിൻസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് iPulse എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. കാർഡിയാക് വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ഈ ബുദ്ധിമുട്ട് ശരീരത്തിനകത്ത് നമുക്ക് കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ്. അതിനെ നാച്ചുറൽ ആയിട്ട് അലിച്ചു കളയാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ 60 മില്ലി രാവിലെയും വൈകുന്നേരം നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ക്ലിനിക്കലി സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് പറയുന്നു 3.5 കിലോ ഫ്രൂട്ട്സ് കഴിച്ച ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിനകത്തോട്ടും. ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് എന്താ ബെനിഫിറ്റ് കിട്ടാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇതാണ് നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാനൊരു ഹെർബിനെ പരിചയപ്പെടുത്താം. ഇത് ഞാൻ പരിചയപ്പെടുത്തിയതല്ല. 900 വർഷങ്ങൾക്ക് മുന്നേ BC 900 വർഷങ്ങൾക്ക് മുന്നേ ചരക സംഹിത എന്ന് പറയുന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, മധുമേഹ, പ്രമേഹം, ഡയബറ്റീസിന് നിങ്ങൾക്ക് ഏകനായകം വെള്ളത്തിലിട്ട് പാനം ചെയ്താൽ മതി. ഒരുപാട് ആളുകൾ ഏകനായകം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. സോ ഏകനായകം വെള്ളത്തിലിട്ട് കുടിച്ചാൽ നിങ്ങളുടെ ഡയബറ്റീസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ വ്യക്തമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഏകനായകം ഫിൽട്ടർ ചെയ്യപ്പെട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ കമ്പനി എന്ത് ചെയ്തു? ഈ ഏകനായകം കൃഷി ചെയ്യുകയും ഏകനായകത്തിനകത്ത് ഷുഗറിനെ ബാലൻസ് ചെയ്യുന്ന അതിന്റെ മോളിക്യൂൾ ആയിട്ടുള്ള സാലസിറ്റാൾ എന്ന് പറയുന്ന അതിനെ വേർതിരിച്ചെടുക്കുകയും ഇന്ന് ലോകത്ത് സാലസിറ്റാളിന് പാറ്റന്റ് ഉള്ള ഒരൊറ്റ കമ്പനിയാണ് നമ്മുടെ മദർ കമ്പനിയായ ഒലൈവ് ലൈസൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ആ ഒരു സാലസിറ്റാൾ ഉപയോഗിച്ചുകൊണ്ട് കൂർഗിലെ നമ്പർ 1 കോഫി ബീൻസും നായ്ക്കൊരന പരിപ്പും മിക്സ് ചെയ്ത ദ വേൾഡ് ബെസ്റ്റ് കോഫി അല്ലെങ്കിൽ ഡയബറ്റീസിനുള്ള ദ ബെസ്റ്റ് കോഫി എന്നറിയപ്പെടുന്ന iCoffee എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ ദ സെക്കൻഡ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം നിങ്ങൾ കഴിക്കുന്ന ഇംഗ്ലീഷ് മെഡിസിന്റെ കൂടെ അടിക്കുന്ന ഇൻസുലിന്റെ കൂടെ റെഗുലർ ആയിട്ട് നമ്മൾക്കൊരു 4 മന്ത്സ് റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ശരീരത്തിനകത്തുള്ള കാർബോഹൈഡ്രേറ്റുകളെയും അതിൽ പഞ്ചസാരകളെയും നേർപ്പിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക്, ആഫ്റ്റർ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് നമ്മളെ മാറാൻ അനുവദിക്കുന്ന ഒരു ഗംഭീര പ്രൊഡക്റ്റ് ആണ് iCoffee എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 2 വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്, ബ്ലാക്കും ഉണ്ട്, ക്രീമറും ഉണ്ട്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നതിന് മുന്നേ ഒരു FB3 ഫ്യൂഷൻ ഇൻഗ്രീഡിയന്റ് ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷന്റെ ഒരു പാറ്റന്റ് ഉള്ള, അമേരിക്കൻ പാറ്റൻസി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് അമിതവണ്ണം, പൊണ്ണത്തടി, ഒബേസിറ്റി എന്ന് പറയുന്ന അവസ്ഥ. കാലന് സൈൻ ബോർഡ് വെച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഒബേസിറ്റി എന്ന് പറയുന്നത്. എല്ലാ രോഗങ്ങളും മനുഷ്യന്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറുന്ന ഒരു അവസ്ഥയാണ് ഒബേസിറ്റി. അമിതമായിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, ശരീരത്തിനകത്ത് ആവശ്യമുള്ള കൊഴുപ്പിനെ നിലനിർത്താൻ കഴിയാതെ വരിക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടാണ്. അതിനെ മറികടക്കാൻ കോളിയോഫോസ്കോളി അഥവാ പനിക്കൂർക്കയും അതുപോലെ വെളുത്ത എള്ള്, അതും അതുപോലെ സലസൈൻ റെറ്റിക്കുലേറ്റ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏകനായകത്തിന്റെ ആ ഒരു ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരൊറ്റ വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റേ ഉള്ളൂ. അതിന്റെ പേരാണ് iSlim Flat Tummies എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതിന്റെ പേര് തന്നെ iSlim Flat Tummies എന്നാണ്. നമ്മുടെ ഈ ഒരു ടമ്മിയെ, വയറിനെ ഫ്ലാറ്റ് ആക്കി നിലനിർത്താൻ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ പല സർക്കസുകളും കാണിക്കുന്നു, പല ഡയറ്റുകളും ചെയ്യുന്നു, പക്ഷെ വെയിറ്റ് കുറയുന്നുണ്ട്. പക്ഷെ ആ വെയിറ്റ് കുറഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ച് പഴയതുപോലെ ആവുകയും ചെയ്യും. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു 4 കിലോനോ 5 കിലോനോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ സാധനം 2, 3, 4 വർഷം എടുത്താൽ മാത്രമേ അത് തിരിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് വരൂ. കാരണം നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിനകത്ത് വീണ്ടും കൊഴുപ്പ് കെട്ടി LDL-ഉം HDL-ഉം ഒക്കെ കൂടുതലായി, ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടുതലായി തിരിച്ചു വരുമ്പോൾ മാത്രമേ നമുക്ക് വീണ്ടും ആ ഒരു ഒബേസിറ്റിയിലേക്ക് വരൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറക്കാനും സാധിക്കും, വെയിറ്റ് കൂട്ടാനും സാധിക്കും. സോ
അടുത്ത പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഇന്ത്യയിലല്ല ലോകത്ത് റെവല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അതിന്റെ പേരാണ് ഐ ഗ്ലോ എന്നാണ് അതിന്റെ പേര്. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന സൗന്ദര്യത്തോടെ നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ശരീരത്തിനകത്തുള്ള പല ബുദ്ധിമുട്ടുകളെയും നമുക്ക് മറികടക്കാൻ കുങ്കുമം, സാഫ്രോൺ എന്ന് പറയുന്ന ആ ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. റെഡ് ഗോൾഡ് എന്നാണ് സാഫ്രോൺ പറയാ. കാശ്മീരിലെ നമ്പർ 1 കുങ്കുമം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് കൊടുക്കുന്ന ന്യൂട്രാ കോസ്മെറ്റിക് കാറ്റഗറിയിൽപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സേഷ്യ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യപ്പെടും. ഇതുവരെ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള വേൾഡിലെ അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതിനകത്ത് കോജിക് ആസിഡും എൻസൈം ക്യൂട്ടനും അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലവറയാണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. ഇന്ന് ഒരു കമ്പനി ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ഇൻഡസ്വിവ എന്ന് പറയുന്ന കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക്. അവർക്ക് ആർത്തവ വിരാമത്തിന് ശേഷം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചിന്റെ ഒരുപാട് ഡെവലപ്മെന്റ്സിന് ശേഷം കമ്പനി 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. രാവിലെയും വൈകുന്നേരം 30 മില്ലി നിങ്ങൾക്ക് ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ ഉപയോഗിക്കുകയാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള എല്ല് പൊള്ളയാകുന്നത് പോലുള്ള രോഗങ്ങളെ തടയാനും നിങ്ങൾക്ക് മൂഡ് സ്വിങ്സിനെ തടയാനും അതുപോലെ ഹോർമോൺ ഇംബാലൻസിനെ തടയാനും ഒരു ഗെറ്റ് വെൽനസ് ആയിട്ടും ഒരു ഹോർമോൺ വെൽനസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയിലത്തെ സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സോ ഇതാണ് നമ്മുടെ കമ്പനി പരിചയപ്പെടുന്ന 5 പ്രോഡക്റ്റ്. ഐ പൾസ്, ഐ കോഫി, ഐ സ്ലിം, ഐ ഗ്ലോ, ഐ കെയർ. കേൾക്കാനും പഠിക്കാനും വളരെ സുപരിചിതമായിട്ടുള്ള 5 പ്രോഡക്റ്റുകൾ. ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇൻഡസ്വിവ നിങ്ങളെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നത്. ഇൻഡസ്വിവ കമ്പനി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് വേ ആണ് നിങ്ങൾക്ക് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റായ ധാരണയുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് വരുമാനം ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് ആരോഗ്യമുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു അവയർനെസ് ഇല്ലാത്ത 2 മേഖലയാണ് ഹെൽത്തും വെൽത്തും. ഇത് നശിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യൂ, അടുത്തത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ആയിട്ടോ ഒരു ഫുൾ ടൈം ആയിട്ടോ ഇനി ലൈഫ് ടൈം കരിയർ ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് ചൂസ് ചെയ്യാം. നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് മേഖലയാണെങ്കിലും അതിന് തടസ്സമില്ലാത്ത ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ ഇന്ത്യക്കാർക്കും ഫിനാൻഷ്യലി സെക്യൂരിറ്റി ഉണ്ടാകാനും ആരോഗ്യപരമായിട്ട് വളർച്ച ഉണ്ടാക്കാനുമാണ് ഈ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലി എ വിവ ബിസിനസ് ഓണർ ആയിട്ട് മാറുക. ഈ ബിസിനസ്സിലൂടെ എങ്ങനെയാണ് ഒരു വിവ ബിസിനസ് ഓണർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുക? 2 കാറ്റഗറിയാണ് കമ്പനി നമ്മുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് B2C അഥവാ ബിസിനസ് ടു കസ്റ്റമർ. ഒരു സാധാരണ സെയിൽസ്മാൻ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ ഫാമിലിയിലുള്ള, നിങ്ങളുടെ ബന്ധത്തിലുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്ന മറ്റൊരു മേഖലയാണ് B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. നിങ്ങൾക്ക് ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ ഫ്രാഞ്ചൈസികൾ നിങ്ങളുടെ എല്ലാ ജില്ലകളിലും, എല്ലാ സ്റ്റേറ്റുകളിലും, എല്ലാ കൺട്രികളിലും കൊടുത്തുകൊണ്ട് ഒരു B2B ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ 4 വ്യക്തികൾക്ക്, ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ജോബ് സീക്കേഴ്സ് അഥവാ ജോലി അന്വേഷകൻ. ഒരു ജോലി ആവശ്യമുള്ള ആളെ നമുക്ക് വേണ്ട, എനിക്കിപ്പോൾ ഒരു ജോലി വേണം, അങ്ങനെയുള്ളവരെ നമുക്ക് വേണ്ട. ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ അവസരം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരുപാട് വ്യക്തികൾ പഠനം കഴിഞ്ഞ് ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവും ഒരുപാട് യങ്സ്റ്റേഴ്സ് വെറുതെ ചുമ്മാ നടക്കുന്നത്. അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ അവരെ നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ നിങ്ങളിലേക്ക് കിട്ടും. ഇനി മറ്റൊരു മേഖല, മറ്റൊരു ആളുകളാണ് എക്സ്ട്രാ ഇൻകം. നിലവിൽ ജോലിയെല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ വരുമാനം കൊണ്ടും എൻ്റെ കുടുംബം പോറ്റിയെടുക്കാനേ കഴിയുന്നുള്ളൂ, ഒരു സേവിങ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനോ എനിക്ക് സാധിക്കുന്നില്ല, അന്നാന്ന ചെലവുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ സാധിക്കും. കാരണം നിലവിൽ ചെയ്യുന്ന വരുമാനത്തിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പർച്യൂണിറ്റിയെ പ്രയോജനപ്പെടുത്താം. ഇനി മൂന്നാമത്തെ മറ്റൊരു കാറ്റഗറി ഉണ്ട്, ബിഗ് തിങ്കേഴ്സ് എന്ന് പറയുന്ന നല്ല നല്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിൽ ആ ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഓർഡിനറി ലൈഫ് അല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അതിന് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി
ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇന്ത്യയിൽ കിട്ടിക്കാണില്ല. ജോലി എടുക്കുന്നവരുണ്ടായിരിക്കും, ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ വർഷങ്ങളായിട്ട് ഇത് ചെയ്തിട്ട് പോലും അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ആ ബിഗ് തിങ്കേഴ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാം. ഇനി നാലാമത്തെ ഒരു കാറ്റഗറിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന കടം, അഥവാ നിങ്ങൾക്ക് ഒരു കടം വീട്ടാൻ, നിങ്ങളുടെ ക്ലിയർ ഡെബിറ്റ്സുകൾ നിങ്ങൾക്ക് വീട്ടാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടുള്ള ആളുകളേക്ക് ഇത് ചൂസ് ചെയ്യാം. പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടാവും, നല്ല വരുമാനം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കടക്കാരായി മാറിയിട്ടുണ്ടാവും. പക്ഷെ അവർ ജോലി എടുത്തിട്ട് എത്ര വർഷം കൊണ്ട് ആ കടം വീട്ടാൻ അവർക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല. അതിലേക്ക് പറ്റിയ ആളുകളെയും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് സെലക്ട് ചെയ്യപ്പെടാവുന്നതാണ്. സോ നിങ്ങൾ അങ്ങനെ ഈ ബിസിനസ്സിൽ ഇത്രയും പറഞ്ഞ 4 കാറ്റഗറിയിൽ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ ഈ അവസരം കൊടുക്കുകയാണെങ്കിൽ ഒരു 3 ഡയമെൻഷൻ സപ്പോർട്ടിൽ നിങ്ങളുടെ കമ്പനി സപ്പോർട്ട് ചെയ്യാനുണ്ട്. നിങ്ങളെ സ്പോൺസർ എന്ന് പറയുന്ന, നിങ്ങളെ ഈ പ്ലാൻ കേൾപ്പിച്ച, ഈ പ്രൊജക്ട് കേൾപ്പിച്ച വ്യക്തി നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് തരും. ഓപ്പർച്യൂണിറ്റി അഥവാ ഇൻഡസ്ട്രിവ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു തരാനും നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാനം എത്തിച്ചു തരാനും ലീഗൽ കാര്യങ്ങൾ നോക്കാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ പഠിപ്പിക്കാനും ഇന്ന് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, ഒറ്റക്ക് നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട, എല്ലാം ഒരു കൂട്ടമായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സോ ഈ പറയുന്ന 4 കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലും ഈ ബിസിനസ്സിൽ ഇപ്പോൾ ഈ പ്ലാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആക്കി മാറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവ ബിസിനസ് ഓണർക്ക് നിങ്ങൾ ഈ ബിസിനസ്സുമായി അസോസിയേറ്റ് ചെയ്തു, ഞാൻ പറഞ്ഞ 4 കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സിൽ, നിങ്ങളുടെ നെയ്ബേഴ്സിൽ ഉണ്ടെങ്കിൽ അവർക്കും ഇതേ തുല്യ അവസരം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ വീക്കിലെ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 13,000 രൂപയാണ്. ഒരു വീക്കിലി നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13,000 രൂപ. ഒരു അക്കൗണ്ടന്റിന് മാസ വരുമാനം കിട്ടുന്നത് 9,000 രൂപയും 10,000 രൂപയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചു, നിങ്ങളുടെ വേണ്ടപ്പെട്ട 2 വ്യക്തികളിലേക്ക് ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 13,000 രൂപ. പിന്നെ നിങ്ങളുടെ പണി എന്താണ്? നിങ്ങളുടെ കൂടെ വന്ന ആ 2 വ്യക്തികൾക്കും നിങ്ങൾക്ക് അടുത്ത വീക്കിൽ 13,000 രൂപ വരുമാനം വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന്റെ ഡബിൾ വരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഓർഗനൈസേഷനിലൂടെ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സെയിൽസ് ഓളിയത്തിലൂടെ നിങ്ങൾക്ക് ഒരു വീക്കിൽ ഒരു 1,500 ഗ്രൂപ്പ് ഓളിയം എന്ന് പറഞ്ഞാൽ ഒരു 60 പ്രൊഡക്റ്റുകളുടെ കച്ചവടം നിങ്ങളുടെ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന സമയത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 15,000 രൂപയാണ് ഒരു വീക്കിലി കേട്ടോ. 52 ആഴ്ച ഈ വരുമാനം കിട്ടും നിങ്ങൾക്ക്. വീക്കിലി 15,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇനി ചില സമയത്ത് 2 ഓർഗനൈസേഷൻ ഒരേപോലെ പ്രവർത്തിച്ചു കൊള്ളുന്നില്ല. നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നല്ല മിടുക്കന്മാരായിട്ടുള്ള, നല്ല ചങ്കുറപ്പുള്ള ആളുകൾ പ്രൊഡക്റ്റുകളുടെ ഗംഭീര കച്ചവടം നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ആ വോളിയം ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിൽക്കും. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1,500 ഗ്രൂപ്പ് വോളിയമാണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഓർഗനൈസേഷൻ നടന്നത്. സെക്കൻഡ് ഓർഗനൈസേഷൻ 1,800 ഗ്രൂപ്പ് വോളിയമാണ്. അതിലൊരു 300 അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഈ 300 കമ്പനി നമുക്ക് തരാതിരിക്കുന്നില്ല. അടുത്ത ആഴ്ചകളിലേക്ക് എന്ത് ചെയ്യും? കമ്പനി അത് മാറ്റിവെക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ കൂടുതൽ ഓളിയത്തിനനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഒരു 5,000 ഗ്രൂപ്പ് വോളിയമാണ് നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ നിങ്ങളുടെ ഗ്രൂപ്പ് വോളിയം എങ്കിൽ അത് മാച്ച് ചെയ്തുകൊണ്ട് 50,000 രൂപ നമ്മൾക്ക് കമ്പനി 1 വീക്ക് പ്രോഫിറ്റ് ആയിട്ട് നൽകും. അടുത്തത് ഒരു 10,000 ഗ്രൂപ്പ് വോളിയമായി മാറുന്ന സമയത്ത് കമ്പനി 1,00,000 രൂപയാണ് നമുക്ക് വീക്കിലി പ്രോഫിറ്റ് ആയിട്ട് തരുക. ഇത് നമ്മൾ മാത്രം വിൽക്കുന്ന കച്ചവടത്തിനല്ല കേട്ടോ, നമ്മുടെ ഓർഗനൈസേഷനിൽ മൊത്തം നടക്കുന്ന കച്ചവടത്തിനും നമ്മുടെ മൊത്തം വ്യാപാരത്തിനും കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് എവറി വീക്ക് ഫ്രൈഡേ ബിസിനസ് ക്ലോസ് ചെയ്യുകയും എവറി തേഴ്സ്ഡേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് കമ്പനി അയച്ചു തരും. ഇങ്ങനെ നിങ്ങൾ 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് ഒരു 1000 പ്രൊഡക്റ്റുകളുടെ കച്ചവടം നിങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കമ്പനി നോക്കും. 25,000 ഗ്രൂപ്പുകൾ നിങ്ങളുടെ ഫസ്റ്റ് ഓർഗനൈസേഷനിലും 25,000 ഗ്രൂപ്പ് നിങ്ങളുടെ സെക്കൻഡ് ഓർഗനൈസേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾ കേൾക്കാത്ത, നിങ്ങൾ അറിയാത്ത ദ മാജിക്കൽ ഫിഗർ ആയിട്ടുള്ള ഒരു എമൗണ്ട് 2,50,000 രൂപ വീക്കിലി നിങ്ങൾക്ക് ഈ കമ്പനി പ്രോഫിറ്റ് ആയിട്ട് അയച്ചു തരും. അത് ആരുടെ മുഖം നോക്കിയിട്ടോ സൗന്ദര്യം നോക്കിയിട്ടോ അല്ല അയച്ചു തരുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്ന വോളിയത്തിന് അത് കറക്റ്റ് 25,000 മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2,50,000 രൂപ വീക്കിലി പ്രോഫിറ്റ് ആയിട്ട് നൽകും. അങ്ങനെ വീക്കിലി 2,50,000 രൂപ പ്രോഫിറ്റ് നൽകുകയാണെങ്കിൽ മന്ത്ലി 10 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1980 കാലം മുതൽ ഈ ഓരോ 20 വർഷം കൂടുമ്പോഴും നമുക്ക് ലിവിംഗ് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2040 എത്തുമ്പോൾ 10 ലക്ഷം രൂപ വേണമെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് 2026 നിങ്ങൾക്ക് 10 ലക്ഷം രൂപ മാസം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ
നിങ്ങൾ ആരംഭിക്കാൻ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട, നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട, നിങ്ങളുടെ സർക്കിളിൽപ്പെട്ട ആ ഒരു വ്യക്തികൾക്ക് ഒരു 12 പ്രോഡക്റ്റുകൾ നിങ്ങൾ സെല്ല് ചെയ്താൽ മതി. വാങ്ങുന്നതിനല്ല നമ്മൾ കച്ചവടം നടന്നത്, വിൽക്കുന്നതിനാണ് കച്ചവടം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്ത് VBO എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾ മാറുന്നു. അങ്ങനെ VBO ആയിട്ട് ഇന്ന് കേരളത്തിൽ 12ഓളം കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ് ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ. 2016 ഇന്ന് കേരളത്തിൽ ആരംഭിച്ച ഈ ഓർഗനൈസേഷന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തി മിസ്റ്റർ ജീവാൻ ആനന്ദ് എന്ന് പറയുന്ന ജീവാൻ സാറാണ്. ആ ജീവാൻ സാറിലൂടെ ഈ ബിസിനസ് ഏറ്റെടുത്ത ഇന്ന് കേരളത്തിൽ 12 കോടീശ്വരന്മാരെയാണ് മൊത്തം ഈ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 24 വയസ്സ് മുതൽ 30-32 വയസ്സുള്ള യങ് ക്രോർപതീസുകൾ ഈ ഓർഗനൈസേഷനിലുണ്ട്. കമ്പനി ആണെങ്കിലോ കഴിഞ്ഞ ഈ ഒരു 12 വർഷ കാലയളവിൽ ഇന്ത്യയിൽ മാത്രം 100 ക്രോർപതീസിനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എവിടെയാണ് മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏത് കമ്പനിയാണ് 1000 കോടീശ്വരന്മാരെ ഉണ്ടാക്കുക എന്ന പ്രൊജക്റ്റോട് കൂടി ഇറങ്ങിയിട്ടുള്ളത്? അതിൽ 100 കോടീശ്വരന്മാരെ നമ്മൾ 12 വർഷം കൊണ്ട് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ റിയൽ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇന്ന് ഇന്റർനാഷണലി നാഷണലി ഒരുപാട് ട്രിപ്സുകൾ നമുക്ക് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല സെയിൽസ്മാൻ, ഏറ്റവും നല്ല ബിസിനസ്സുകാരനെ കമ്പനി പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ 1 ലക്ഷം രൂപ ടോട്ടൽ നിങ്ങളുടെ പ്രോഫിറ്റ് കരസ്ഥമാക്കുന്ന സമയത്ത് കമ്പനി നിങ്ങളെ ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കും. നിങ്ങളെയും നിങ്ങളുടെ കോ ആപ്ലിക്കന്റിനെയും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങളുടെ കോ ആപ്ലിക്കന്റിന് കൂടെ കിട്ടും. 2.5 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന സമയത്ത് കമ്പനി നിങ്ങളെ കൊണ്ടുപോകുന്നത് തായ്ലാന്റ് എന്ന് പറയുന്ന അതിമനോഹരമായ രാജ്യത്തേക്കാണ്. നിങ്ങളെയും നിങ്ങളുടെ കോ ആപ്ലിക്കന്റിനെയും, വൈഫാണോ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോകും, ഹസ്ബൻഡ് ആണോ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ വൈഫിനെ കൊണ്ടുപോകും. ഇനി ചെറിയ കുട്ടികളാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അവരുടെ പാരന്റ്സിനെയും കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കമ്പനി നമ്മളെ കൊണ്ടുപോയി ആ ഒരു 7 ഡേയ്സ് നമുക്ക് ഗംഭീരമായിട്ട് തായ്ലാന്റിലേക്ക് കൊണ്ടുപോകും. ഞങ്ങൾക്ക് അടുത്ത തായ്ലാന്റ് ട്രിപ്പ് വരുന്നത് ഏപ്രിൽ മാസത്തിലാണ്. സോ അടുത്തത് നിങ്ങൾക്ക് 7.5 ലക്ഷം രൂപ വരുമാനം വാങ്ങി പേൾ എക്സിക്യൂട്ടീവ് എന്ന ആ ഒരു റാങ്കിലേക്ക് എത്തുമ്പോൾ കമ്പനി നിങ്ങളുടെ മലേഷ്യയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾ അടുത്ത ഒരു 20 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് വാങ്ങുന്നതെങ്കിൽ കമ്പനി നിങ്ങളെ ഉസ്ബെക്കിസ്ഥാനിലേക്കും കൊണ്ടുപോകും. ഇനി നിങ്ങൾ 50 ലക്ഷം രൂപ വരുമാനം വാങ്ങിയാൽ നിങ്ങളെ കമ്പനി ദുബായിലേക്കാണ് നിങ്ങളെയും നിങ്ങളുടെ കോപ്ലിക്കന്റെയും കൊണ്ടുപോകുന്നത്. സോ ഇനി 1 കോടി രൂപയാണ് നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ ഏൺ ചെയ്യുന്നതെങ്കിൽ കമ്പനി നിങ്ങളുടെ സിംഗപ്പൂരിലേക്കും അവിടെ ഒരു സ്റ്റാർ ക്രൂയിസിലേക്കും നിങ്ങളെ കൊണ്ടുപോയി അതിഗംഭീരമായി ട്രീറ്റ് ചെയ്യും. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവടത്തിന്, നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റിനാണ് കമ്പനി നമ്മളെ ഈ ഇന്റർനാഷണൽ ട്രിപ്സുകൾ എല്ലാം കൊണ്ടുപോകുന്നത്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആകെ നിങ്ങളെ കയ്യിൽ വേണ്ടത് നല്ല ഒരു സ്മാർട്ട് ഫോണും അതിലൊരു ഇന്റർനെറ്റും നിങ്ങളെ KYC ഡോക്യുമെന്റ്സ് നിങ്ങൾ ഈ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് എന്ത് ചെയ്യുക, ഈ ബിസിനസ് നിങ്ങൾക്ക് ആരംഭിച്ച് തുടങ്ങാം. നിങ്ങൾ എടുക്കുന്ന തീരുമാനം വൈകിയതാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി മിസ്സാകും. എടുക്കുന്ന ഡിസിഷൻ അത് ലേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി തന്നെ നിങ്ങൾ കൂട്ടുക. ഈ ഒരു ഓർഗനൈസേഷൻ ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഒരു മിഷൻ തന്നെ ഈ വരുന്ന ചെറിയ സമയം കൊണ്ട് 100 ക്രോർപതീസിനെ, 100 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മിഷൻ ആയിട്ട് എടുക്കുന്നത്. ദ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്ഡ്. എടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾ ഉറച്ചെടുക്കുക. ദൈവം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം നമുക്ക് ഇവിടെ കൊണ്ട് കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണ്. ദൈവത്തിന്റെ പാതി ചിലപ്പോൾ ഇന്ന് ഈ രാത്രി ഇവിടെ അവസാനിക്കുകയായിരിക്കും. നിങ്ങൾ എടുക്കേണ്ട തീരുമാനം നിങ്ങൾ ഉറച്ചെടുക്കുക. 1000 ഉപദേശങ്ങൾ പറഞ്ഞു തരാനും 1000 ഐഡിയകൾ പറഞ്ഞു തരാനും ഒരുപാട് ആളുകളുണ്ടാവും. ഒരു നയാ പൈസ കടം ചോദിച്ചാൽ തരാൻ നമ്മുടെ ചുറ്റുഭാഗത്ത് ആരും ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾ ചെയ്യുന്ന മേഖലയോട് കൂടി, നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്ത് മേഖലയാണോ അതിന്റെ കൂടെ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും നിങ്ങളുടെ ഹെൽത്ത് ക്വാളിറ്റിയും കൂട്ടിയെടുക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. എടുക്കുന്ന തീരുമാനം ഉറച്ചെടുക്കുക. അതിന് സർവശക്തനായിട്ടുള്ള ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് and Jai Hind, Jai Indasiva. Thank you and love you all. Over to our beautiful host Mr. Sali sir. താങ്ക് യു റൌഫ് സാർ. വളരെ മനോഹരമായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു നിറഞ്ഞ കയ്യടിയും ഹാർട്ട് സിമ്പലും കൊടുക്കണം. വൺസ് അഗൈൻ താങ്ക് യു അബ്ദുൾ റൌഫ് സാർ. ഇപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന, ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്ന പല ആളുകൾക്കും പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള 2ഓളം വ്യക്തികളെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ഈ ഒരു മീറ്റിംഗിൽ ഒരുപാട് ലേഡീസ് ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്കൊരു ലേഡി ഓണ്ടർപ്രണറുടെ എക്സ്പീരിയൻസ് കേൾക്കാം. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ എമറാൾഡ് എക്സിക്യൂട്ടീവ് റംല മാഡത്തെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം റംല മാഡം.
ഷാഹിർ സാർ. One second. Sir, next. ഓക്കെ. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ട് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കേൾക്കാൻ അവൈലബിൾ ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് എമറാൾഡ് എക്സിക്യൂട്ടീവ് ഷാഹിർ സാറെ വെൽക്കം ചെയ്യാണ്. ഷാഹിർ സാർ, പ്ലീസ് വെൽക്കം, ഓവർ ടു യു. Okay, thank you. ഷാവിൽ സാറിന്റെ സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. Okay, thank you. Wonderful. Good evening all. Myself മുഹമ്മദ് ഷാഹിർ, സ്വദേശം മലപ്പുറമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് വരുന്നതിന് മുമ്പ് ബേസിക്കലി ഞാനൊരു CA സ്റ്റുഡന്റ് ആയിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് സുഹൃത്തിലൂടെ ഒരു പോക്കറ്റ് മണിക്ക് പറ്റിയൊരു അവസരം എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ടു. സ്വാഭാവികമായിട്ടും പോക്കറ്റ് മണി എന്നുള്ള രീതിയിലാണ് ഞാൻ കേൾക്കാൻ പോയത്. പക്ഷെ എന്തോ ഒരു സ്പാർക്ക് അടിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു രക്ഷപ്പെടാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ അന്വേഷിച്ചത്, ഞാൻ ഓൾറെഡി ഒരു പ്രൊഫഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രൊഫഷനാണ്, സംശയമൊന്നുമില്ല. അതുപോലെ ഒരു പ്രൊഫഷൻ തന്നെയാണോ ഈ ഒരു മേഖല എന്നുള്ളത് ഞാൻ സ്റ്റഡി ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഒരുപാട് കോളേജുകളിൽ യൂണിവേഴ്സിറ്റി തരത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രൊഫഷൻ ആണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് അറിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് തോന്നി. മാത്രമല്ല പിന്നെ എന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വളരെ ചെറിയൊരു മുതൽ മുടക്കില് ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നും കൂടി പറഞ്ഞ സമയത്ത് ഒരുപാട് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് ഇല്ല, സെയിൽസിൽ എക്സ്പീരിയൻസ് ഇല്ല, ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഒരു 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 ഫാമിലി ബാക്കപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ബാക്കപ്പ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു ബിസിനസ്സിൽ തുടങ്ങിയ സമയം മുതൽ ലീഡേഴ്സിന്റെ കറക്റ്റ് ഒരു ഹെൽപ്പോട് കൂടി ഓരോ കാര്യങ്ങളും ചെയ്ത് വന്നു. ഈ ഒരു ബിസിനസ്സിലൂടെ ഓരോ റാങ്കുകളും അച്ചീവ് ചെയ്തു. ഇന്ന് പറയുകയാണെങ്കിൽ ഒരു 500 രൂപക്കും വേണ്ടി തുടങ്ങിയ ഈ ഒരു ബിസിനസ്സിലൂടെ ഇന്ന് ടോട്ടൽ പ്രോഫിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 32 ലക്ഷം രൂപക്ക് മുകളിൽ ഈ ഒരു ബിസിനസ്സിലൂടെ ടോട്ടൽ വാങ്ങിച്ചു കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു വീക്കിലി 500 രൂപ എന്നുള്ള നിലക്കാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഒരു ആഴ്ചയിൽ എന്റെ ഹയസ്റ്റ് വരുമാനം 90,000 രൂപ വരെ ഉയർത്താൻ വേണ്ടി സാധിച്ചു. വരുമാനം വാങ്ങിച്ചതിനേക്കാളും വലിയൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, എന്റെ പേഴ്സണാലിറ്റിയിൽ വരെ മാറ്റങ്ങൾ വന്നു. 4 ആളോട് സംസാരിക്കാൻ പോലും പേടിച്ചൊരു വ്യക്തി, അഥവാ പറയുകയാണെങ്കിൽ 19ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വരുന്നത്. 4 ആള് കുടുംബത്തിൽ ആരെങ്കിലും കൂടുന്ന സമയത്ത് ഞാൻ മാറി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി പഠിച്ചു. ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്. ഒരുപാട് കാലം എന്റെ ഉപ്പ വിദേശത്ത് ജോലി ചെയ്യുന്ന എന്റെ സ്വന്തം ഉപ്പാനെ നാട്ടിൽ കൊണ്ടുവന്ന് സെറ്റിൽഡ് ആക്കി ഒരു ഫാമിലി മൊത്തം ഏറ്റെടുക്കാൻ ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല അടുത്ത ദിവസമായിട്ട് എന്റെ ഈ ഒരു ബിസിനസ്സിലൂടെ എന്റെ 2ാമത്തെ കാറ് ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ലോഞ്ച് ഇറക്കാൻ വേണ്ടി പോവാണ്. പറയുകയാണെങ്കിൽ ഏകദേശം 24 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറാണ്. ഈ ഒരു 25ാമത്തെ വയസ്സിൽ ഈ ഒരു ലെവലിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കുകയും ഒരു വീട് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നോക്കി നടത്തുക എന്ന് പറയുക, അതോടൊപ്പം തന്നെ ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യുക, 2 ലക്ഷം രൂപ മാസ വരുമാനം, ഇതൊക്കെ പറയുമ്പോൾ പുതിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനൊക്കെ എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളത്. ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ എനിക്കിത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെ കൊണ്ട് പറ്റും. മറ്റൊരാളോട് അഭിപ്രായം ചോദിച്ച് നിങ്ങളുടെ തലച്ചോറ് പണയം വെക്കാതെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന ആളുകളുമായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് തന്നെ നല്ലൊരു തീരുമാനം എടുത്ത് കയറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നിർത്തുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു ഷാഹിർ സാർ. റംല മേഡം ഓക്കെ കേട്ടോ? സാറേ, റംല മേഡം ഓക്കെ ആയിട്ട്? താങ്ക് യു ഷാഹിർ സാർ. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്തു. മറ്റൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേഡീസിനൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കമ്പനിയുടെ എമറാൾഡ് എക്സിക്യൂട്ടീവ് റംല മാഡത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം റംല മാഡം.
ഓക്കെ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. ക്ഷമിക്കണം, ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. നമുക്കറിയാം, നമ്മൾ ഡിജിറ്റലായിട്ട് ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സർ വൈൻഡപ്പ് ചെയ്യാം, ക്ലോസിംഗ് സെഷനിലേക്ക് കിടക്കാം. മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. മൈക്ക് അൺമ്യൂട്ട് ആണെന്ന് തോന്നുന്നു. മാഡം കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. വോയിസ് കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് റംല, സ്വദേശം താനൂരാണ്, ഹൗസ് വൈഫ് ആണ്. ഈ അവസരം പരിചയപ്പെടുത്തിയത് മകനാണ്. ഈ അവസരത്തിൽ വരുന്നതിന് മുമ്പ് ടൈലറിംഗ് മേഖലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നു. ടൈലറിംഗ് മേഖല വർക്ക് ചെയ്യാനുള്ളത് കാരണം 2011 ഹസ്ബൻഡും മകനും മരിച്ചപ്പോൾ ടെൻഷൻ അടിച്ച് ഒരു 100 രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് മാത്രമാണ് ടൈലറിംഗ് മേഖലയിൽ കയറിയത്. 9 മണിക്ക് രാവിലെ പോയിട്ടുണ്ടെങ്കിലും വൈകുന്നേരം 5 മണി വരെ പോയിരുന്നാലും മാക്സിമം എന്നെ കൊണ്ട് ഒരു 100 200 മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ബിക്കോസ് എനിക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ടൈലറിംഗ് മേഖലയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസരത്തിലാണ് ലീഡേഴ്സ് മുഖേന എന്റെ മകൻ വഴി ഈ ഒരു അവസരത്തിൽ വന്ന് ലീഡേഴ്സ് വീട്ടിലേക്ക് വന്നു. ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 കിട്ടും, 2 പ്രൊഡക്റ്റ് വിറ്റാൽ 1000 കിട്ടും എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരുന്നു എന്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അല്ലാതെ എനിക്ക് ഇത് എന്താണെന്നോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ വീഡിയോ കോളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുള്ള യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു സമയത്താണ് എന്റെ കയ്യിൽ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 കിട്ടുമെന്ന് മാത്രമാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തു. ഇന്ന് 4 വർഷം പിന്നിട്ടപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രൗഡോട് കൂടിയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് ഒരു പ്രൊഡക്റ്റിന് 500 കിട്ടുമെന്ന് വിചാരിച്ച ഞാൻ ഇന്ന് ആഴ്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട്, 25,000 30,000 വരെ 45,000 വരെ ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ് വിവ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഞാൻ മേഖലയിൽ വർക്ക് ചെയ്തതെങ്കിലും ഇവിടെ എനിക്ക് എന്താണ്, ഒരു ടീം സപ്പോർട്ടോട് കൂടിയിട്ടാണ് 2-3 വർഷം കൊണ്ട് എന്റെ ലൈഫ് മൊത്തത്തിൽ എന്ത് ചെയ്തത്, കളറായിട്ട് മാറാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ മാസം കിട്ടുന്നത് എത്രയാണ്? മകൾക്ക് മാസത്തിൽ മാത്രം കിട്ടുന്നത് 15,000 രൂപയാണ്. എനിക്ക് പഠിപ്പിക്കാൻ ചെലവ് വന്നിരിക്കുന്നത് 20 ലക്ഷമാണ്. ഈ 20 ലക്ഷം കൊടുത്തിട്ട് മാസത്തിൽ 15,000 കിട്ടുമ്പോൾ ഞാൻ ഇവിടെ ഒരു 12 പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇൻഡസ് വിവ അവസരത്തിലോട് ജോയിൻ ചെയ്തു. ഇന്ന് വീക്കിലി മേടിക്കുന്നത് ഈ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഇൻഡസ് വിവ നമ്പർ 1 അല്ലേ? ഒന്ന് ചിന്തിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. കാരണം ഇവിടെ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു അറിവോ കഴിവോ ഒന്നും വേണം. പക്ഷെ നമുക്ക് ഈ ഇൻഡസ് വിവയിലൂടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം. ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വപ്നവും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരാൾ ഒരുപാട് നെഗറ്റീവ്സ് പുറത്തിറങ്ങിയാൽ നമുക്ക് കേൾക്കാനുണ്ട്. ഈ നെഗറ്റീവ്സിനൊക്കെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം വേണം. ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രതമാണെങ്കിൽ വെട്ടിപ്പിടിക്കാൻ ഇൻഡസ് വിവ പീപ്പിൾസ് കമ്പനി നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ടീമിനോട് ഏത് സമയത്തായിട്ടും പറയാറുണ്ട്, തൊട്ടാവാട് എത്ര പ്രാവശ്യം തളർന്നു പോയാലും നിശ്ചിത സമയത്തിനുള്ളിൽ വീണ്ടും കരുത്തോടെ ഉയർത്തെണീക്കും. തളർന്നു പോകുന്നതിലല്ല പരാജയം, നേടിയെടുക്കാതിരിക്കുന്നതിലാണ് പരാജയം. നേടിയെടുത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഡിജിറ്റലായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറയുന്നത്. കാരണം ഏതൊരു സമയത്തും നമുക്ക് ഇന്ന സമയത്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണമെന്നോ ഒന്നുമില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട സമയം നമുക്ക് ചൂസ് ചെയ്ത് നമ്മുടെ ഫോണിലൂടെ ഒരു എക്സ്ട്രാ വരുമാനം ചെയ്യുന്ന മേഖലയുടെ ഇടയിൽ ആണെങ്കിൽ പോലും നമുക്കൊരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് നമ്പർ 1 ബിസിനസ് ആണ് ഇൻഡസ് വിവ. കാരണം ടീം സപ്പോർട്ട് അത്രയും കൂടുതലുണ്ട്. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പ്രത്യേകിച്ച് ലേഡീസിനോടാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ലൈഫ് മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ് വിവ പെട്ടെന്ന് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ ലീഡേഴ്സിന്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ എന്നൊരു വീട്ടമ്മ ഈ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം ഉറച്ചതാണെന്നുണ്ടെങ്കിൽ ഇൻഡസ് വിവ 1 can do it, all can do it. ഒരാളെ കൊണ്ട് സാധിക്കുമെങ്കിൽ എല്ലാവർക്കും സാധിക്കുമെന്ന് പറയുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു. താങ്ക് യു റംല മാഡം ഫോർ യുവർ വാല്യബിൾ എക്സ്പീരിയൻസ്. എല്ലാ ആളുകളും ഒരു നിറഞ്ഞ ഹാർട്ട്സിമേലും കയ്യടിയും റംല മാഡത്തിന് കൊടുക്കണം. അവരുടെ വാല്യബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ വൈൻഡ് അപ്പ് സെഷനിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് ക്ലോസിംഗ് സ്പീച്ചിന് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും മെന്ററായിട്ടുള്ള, ഞങ്ങളൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ ക്യാപ്റ്റനും കൂടി ആയിട്ടുള്ള, കമ്പനിയുടെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡറും VSC മെമ്പറുമായിട്ടുള്ള. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് ഓൾ.
ഷാഹിറിന്റെ വോയിസ് ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് സർ, യെസ്. ഓക്കെ. താങ്ക് യു. വളരെ സന്തോഷം ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഇത്രയധികം ആളുകളുമായിട്ട് ഈ ഒരു സമയത്ത് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയതിന്. താങ്ക്സ് ടു ഗോഡ് ആൻഡ് താങ്ക്സ് ടു ടെക്നോളജി. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല. റൈറ്റ്, മേ ബി ചിലപ്പം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോ അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ള നന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെ ക്ഷണിച്ചതിന്റെ കാരണം. ഞാൻ രാജേഷ് കുമാർ, സ്വദേശം മലപ്പുറം ജില്ലയിലാണ്, അറ്റ് പ്രസന്റ് ഉള്ളത് കോട്ടയത്താണ്. ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്ന സമയത്ത്. ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു ഹൈദരാബാദ്. ഒരുപാട് വർഷം ആ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തു. മാന്യമായ ജോലിയാണ് ടീച്ചിങ് മേഖല, അല്ലെ? സൊസൈറ്റി നല്ല റെസ്പെക്ട് ഒക്കെ കിട്ടുന്ന ഒരു ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ എന്നിട്ട് മാറി ചിന്തിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയത് കൊണ്ടാണ്. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, വരുമാനം നേടുന്നുണ്ട്. ആ വരുമാനത്തിൽ ഫാമിലിയോടൊപ്പം നല്ല രീതിയിൽ അല്ലെങ്കിൽ തരക്കേടില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവും, കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ചില ആളുകൾ ചിലപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഉണ്ടാവും, ചില ആൾക്കാർ നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. എനിവേ, ഇങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ജീവിതം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു മൊമെന്റിൽ എനിക്ക് ചില തോട്ടുകൾ വന്നു. ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല. എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു അത്. ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല. സോ ഞാൻ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചു. എൻ്റെ വരുമാനത്തെ, സ്കൂൾ മേഖലയിലൂടെ കിട്ടിയിരുന്ന ആ ശമ്പളത്തെ, അതിനെ ആശ്രയിച്ചു കൊണ്ടൊരു ഫാമിലി എനിക്കുണ്ട്. എൻ്റെ വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ കുടുംബം. എനിക്ക് ജോലി ഇല്ലെങ്കിൽ, എനിക്ക് വരുമാനമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയാൽ, ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. ഫിനാൻഷ്യലി അവർ സേഫ് അല്ല. ഈ ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എത്ര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ ആണെങ്കിലും ഫിനാൻഷ്യലി സേഫ് ആകാൻ പറ്റില്ലെങ്കിൽ അധ്വാനിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഇല്ലാതെ ആയാൽ, ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു മീറ്റിംഗിൽ വന്ന ആളുകൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കേട്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വേണം ആശ്രയിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നാൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ കുടുംബം ഫിനാൻഷ്യലി സേഫ് ആണോ? ആണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് ചെയ്യുക. അല്ല എങ്കിൽ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കണം, ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കണം. ഫിനാൻഷ്യലി ഫാമിലിയെ നിങ്ങളുടെ അഭാവത്തിലും സേഫ് ആക്കാൻ പറ്റുന്ന ഒരു വരുമാന മാർഗം അത്യാവശ്യമാണ്. അത്രയൊക്കെ ഡീപ്പായിട്ട് നിങ്ങൾ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, അതല്ല വരുന്നിടത്ത് കാണാം, നേരെ പോ, ഞാനില്ലെങ്കിൽ അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, അങ്ങനെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. റൈറ്റ്. സോ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു. ആ ജോലി മേഖല കൊണ്ട് സേഫ് അല്ല എന്ന് മനസ്സിലായപ്പോൾ മാറി ചിന്തിച്ചു. അതിന് പറ്റിയ ഒരു അവസരം അന്വേഷിച്ച് നടന്ന സമയത്താണ് എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ ഈ ഓർഗനൈസേഷന്റെ മെന്റർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലെ ദ ഫാസ്റ്റസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ആൻഡ് വിവ അഡ്വൈസറി കൗൺസിൽ മെമ്പർ മിസ്റ്റർ ജീവാനന്ദ് സാറിലൂടെ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. 2016 ജൂൺ മാസം 16 ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ 8.5 വർഷങ്ങൾ കഴിഞ്ഞു. സോ ടീച്ചിങ് മേഖലയിൽ ഉണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ ജോലി ഒഴിവാക്കി ഈ ഒരു മേഖല, ഈ ഒരു ബിസിനസ് പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത് ചെയ്തപ്പോൾ 8.5 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനാൻഷ്യലി വലിയ വളർച്ച ഉണ്ടാക്കാൻ പറ്റി. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ഒരു വർഷം 2 ലക്ഷം രൂപ സാലറി വാങ്ങിയിരുന്ന ആളാണ് ഞാൻ. മാസം 20,000 രൂപ, ഒരു വർഷം 2 ലക്ഷം രൂപയായിരുന്നു എൻ്റെ സ്കൂളിലെ സാലറി. 8.5 വർഷങ്ങൾ കൊണ്ട് ഒരു 17 ലക്ഷം രൂപ അല്ലെങ്കിൽ 18 ലക്ഷം രൂപ മാക്സിമം സാലറി ഇനത്തിൽ കിട്ടാമായിരുന്നു. റൈറ്റ്. ആ ജോലി ഒഴിവാക്കി ഇന്ന് നിങ്ങൾ കേട്ട ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്തപ്പോൾ, ഈ ഒരു ഡിജിറ്റൽ പ്രോഗ്രാമിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ 8.5 വർഷങ്ങൾ കൊണ്ട് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ 6 crores, 6 കോടി രൂപയ്ക്ക് മുകളിലാണ്. ചില ആളുകൾക്ക് ഒരു പക്ഷേ തോന്നാം ഇതുവരെ കേട്ടതൊന്നും അല്ല തള്ളു, ഇപ്പൊ കേട്ടതാണ് യഥാർത്ഥ തള്ളു എന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെ തോന്നിയെങ്കിൽ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല.
എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ലെവലിലാണ് ചിന്തിക്കുക, അല്ലേ? സ്വാഭാവികമായിട്ടും. പക്ഷേ ഒന്ന് തുറന്ന മനസ്സോടുകൂടി ചിന്തിച്ചു നോക്കുക, ബിസിനസ് രംഗത്ത്, ബിസിനസ് മേഖലയിൽ മാസം ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ട് അത്രയും ലക്ഷങ്ങൾ പ്രോഫിറ്റ് കിട്ടുന്നത്? അവരുടെ ബിസിനസ്സിന് അത്ര വലിയ വോള്യം നടക്കുന്ന ബിസിനസ് ആക്കി വളർത്തുന്നതുകൊണ്ടാണ്. ഞാൻ 8.5 വർഷങ്ങൾ കൊണ്ട് എന്റെ ബിസിനസ്സിനെ കോടികളുടെ ടേൺ ഓവർ ഉള്ള ബിസിനസ് ആക്കി മാറ്റി. അതുകൊണ്ട് മാസം ഒരു 12-13 ലക്ഷം രൂപ മാസ വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് മാറാൻ പറ്റി. ഇത് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടും പറ്റും. അതിന് നമുക്കിവിടെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതിനൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ കൂടെ നിന്ന് ചെയ്യാൻ ഒരു വർക്കിംഗ് സിസ്റ്റം ഇവിടെയുണ്ട്, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. പക്ഷേ പ്രൈമറി ക്വസ്റ്റ്യൻ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളതാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല തുടർന്ന് അങ്ങോട്ട് 5, 10, 15, 20 വർഷം ആരോഗ്യം സമ്മതിക്കുന്നിടത്തോളം കാലം തുടർന്ന് അങ്ങോട്ട് ചെയ്താൽ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ ആ മേഖല ചെയ്തുകൊണ്ടേ ഇരുന്നാലും, മാറി ചിന്തിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും 2040 എന്ന് പറയുന്ന വർഷം വരും. സത്യമാണോ അല്ലേ? ഒരു തുടക്കത്തിൽ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ, ഒരു എക്സ്പെൻസിന്റെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവറി 20 ഇയേഴ്സിൽ ഉണ്ടാകുന്ന എക്സ്പെൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഈ ഒരു ചേഞ്ച്, ആ ഒരു മാറ്റം, അത് നിങ്ങളും ഫേസ് ചെയ്യേണ്ടതാണ്. ചില ആളുകൾ വിചാരിക്കും 2040 ആകുമ്പോഴേക്കും ഞാൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയാ, അങ്ങ് സമാധാനിക്കാൻ വരട്ടെ. നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഉണ്ടാവും, അവർ ഫേസ് ചെയ്യേണ്ടി വരും. 2020 എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് 1 ലക്ഷം രൂപ മാസം ചെലവ് വരുന്ന കുടുംബത്തിന് 2040 10 ലക്ഷം രൂപ വരും. ഒരു സംശയമില്ല കാര്യത്തിൽ. ചില ആളുകൾ സമാധാനിക്കുന്നുണ്ടാവും, ഓ ഇപ്പൊ 1 ലക്ഷം ഇല്ലല്ലോ, 50,000 അല്ലേ ഉള്ളൂ. 2040 ആകുമ്പോൾ 5 ലക്ഷം ആവും. നിങ്ങളുടെ വരുമാന മാർഗമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല തുടർന്ന് അങ്ങോട്ട് ചെയ്താൽ ഇനി വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ 2040 ആവാൻ. ഈ ഒരു ടൈം 10-16 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വരുമാനം ഈ പറഞ്ഞൊരു ഫിഗറിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല എങ്കിൽ ഇതൊരു ചാൻസ് ആണ്. പറയാൻ കാരണം 2040-കളിലാണ് ഈ പറഞ്ഞൊരു 10 ലക്ഷം രൂപയൊക്കെ മാസച്ചെലവ് വരിക എന്ന് പറയുന്നുണ്ട്, അല്ലേ? 2025 മാസം 13 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടാണ് ഇത് പറയുന്നത്. അതാണ് ഈ ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യത. ഇത് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളൊരു തടസ്സം എന്താണ്? ഇതുപോലത്തെ കുറെ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആളെ പറ്റിക്കുന്ന പരിപാടി, ആളെ ചേർക്കുന്ന പരിപാടി, തട്ടിപ്പ്, ഇൻവെസ്റ്റ്മെന്റ് പരിപാടി, മണി ചെയിൻ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നാട്ടിലുണ്ട്. ശരിയാണോ അല്ലേ? യാതൊരു തർക്കവുമില്ല. പക്ഷേ തുറന്ന് മനസ്സോട് കൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുക. ഈ കഴിഞ്ഞ 19-ാം തീയതി നമ്മുടെ കേരള ഗവൺമെന്റ് ഈ മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഇനോഗ്രേറ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഗവൺമെന്റ് ഈ മേഖലയെ അത്ര സീരിയസ് ആയിട്ട്, അത്ര കാര്യക്ഷമമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗവൺമെന്റ് പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിഗ്നിഫൈഡ് പ്രൊഫഷനാണ് ഈ ഒരു മേഖല. അധികം വൈകാതെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വരാൻ പോകുന്നു. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് ഇതിന്റെ ആവശ്യകത തിരിച്ചറിയാൻ പറ്റി. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഈ മേഖലയിലൂടെ സാധിക്കും. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം ഒരു മാനദണ്ഡമല്ലാതെ ഏതൊരാൾക്കും സ്വാഗതം. സത്യമാണോ അല്ലേ? പടിപടിയായി ഈ മേഖലയിലൂടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റും. ഞാനൊരു സാധാരണക്കാരനായ വ്യക്തിയാണ്. സാധാരണക്കാരായ ആളുകൾ സാമ്പത്തികമായിട്ട് പതുക്കെ വളരുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം പതുക്കെ ഇല്ലാതെയാകും. സർക്കാരിന് മനസ്സിലായി. എവറി വീക്ക്, എവറി മന്ത് കൃത്യമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിലേക്ക് ടാക്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധാരണക്കാരൻ തന്നെ ഒരു മാസം 2-2.5 ലക്ഷം രൂപയാണ് സർക്കാരിന് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ടാക്സ് ഇനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്ത് പുരോഗമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തും പുരോഗമനങ്ങൾ. എക്സ്പ്രസ് ഹൈവേ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഈ ഓരോ ഇൻഡസ്ട്രിക്കാരെ കൊടുക്കുന്ന ടാക്സ് ഉണ്ട് ആ ഡെവലപ്മെന്റിൽ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിഫറെന്റ് ഡയമെൻഷനിൽ രാജ്യത്ത് ഒരുപാട് ഉപകാരപ്രദമായിട്ട് ഒരു മേഖല. ആ മേഖലയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നെല്ലും പതിരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കള്ള നാണയങ്ങളെ തൂത്തെറിയാനും നല്ല കമ്പനികളെ നിലനിർത്താനും അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ട ബെനിഫിറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇതിനെ
മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ പറഞ്ഞ മോണിറ്ററിംഗ് മെക്കാനിസം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ. ആ നിയമങ്ങൾ 100% പാലിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന, കഴിഞ്ഞ 11 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള, 12ാം വർഷത്തിലേക്ക് കടന്നിട്ടുള്ള, വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഇൻഡസ് വിവ. ആ കമ്പനിയുടെ വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനും അത് നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ കൂടെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളുടെ ആ ക്ലോസ് സർക്കിളിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഒരു ബിസിനസ് അവസരം. അതിന് നിങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രശ്നമല്ല, പ്രവൃത്തി പരിചയം വേണമെന്നില്ല, ഷോപ്പ് വേണ്ട, സ്റ്റോക്ക് എടുത്ത് വെക്കേണ്ട, കൊണ്ടു നടന്ന് വിൽക്കേണ്ട, സമയപരിധി ഇല്ല, ഏരിയ ലിമിറ്റ് ഇല്ല, ടാർഗറ്റ് ഇല്ല. പുരുഷനാണോ സ്ത്രീയാണോ നോ പ്രോബ്ലം, യങ് പേഴ്സൺ ആണോ, മിഡിൽ ഏജ്ഡ് ആണോ, അതല്ല സീനിയർ സിറ്റിസൺ ആണോ, നോ പ്രോബ്ലം. ജീവിതം ഒരു സാധാരണക്കാരനെ പോലെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ചെയ്ത് അടുത്ത തലമുറകളെ പോലും സേഫ് ആക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഈ നാടിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അറിയപ്പെടുന്ന ഒരാളായി മാറണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദിസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു. ദിസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, രാജകുമാരിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടുന്നില്ല കാര്യം, കെട്ടിയ പെണ്ണിനെ രാജകുമാരിയെ പോലെ നോക്കാൻ പറ്റണം. ഒരുപാട് മാരീഡ് ആളുകൾ ഇവിടെയുണ്ട്, അല്ലെ? കുടുംബമുള്ള ആളുകളുണ്ട്, ഭർത്താക്കന്മാരും ഒക്കെ ഇവിടെയുണ്ട്, കുട്ടികളുള്ള, ഭാര്യയുള്ള, മക്കളുള്ള ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ ഒരു 1 മണി സമയത്തൊന്ന് എഴുന്നേൽക്കണം. രാത്രി എഴുന്നേറ്റിട്ട് ആ കട്ടിലിൽ നിന്ന് മാറി നിന്നിട്ട് കട്ടിലിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന നിങ്ങളുടെ ഭാര്യയും മക്കളെയും ഒന്ന് നോക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാനില്ലെങ്കിൽ ഇവർക്ക് ആരാ ഉള്ളത്? ഞാനില്ലാണ്ടായാൽ ഇവരെങ്ങനെ ജീവിക്കും? എന്ത് സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഇവർക്കുള്ളത്? സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ, ഈവൻ ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും പല ഭാര്യമാരും കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പല ആളുകളിൽ നിന്നും. നിങ്ങൾ ഇല്ലാണ്ടായാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇഫ് യു ആർ റിച്ച്, നിങ്ങൾ സമ്പന്നരായി കഴിഞ്ഞാൽ, പൈസയുള്ള ആളുകളാണെങ്കിൽ ഒരാളും തോണ്ടാനും ചൊറിയാനും വരില്ല. സത്യമാണോ അല്ലേ? ഈ ഓപ്പർച്യൂണിറ്റി അതിനുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക, വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ജീവിത ചെലവ് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺട്രോളല്ല ജീവിത ചെലവ്. വരുമാനം അതിനനുസരിച്ച് കൂടുന്നുണ്ടോ? ഇല്ല. ആ വരുമാനം നമ്മുടെ കൺട്രോളിലാണോ? അല്ല. എങ്ങനെ ജീവിക്കും? ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മുസ്ലിം സഹോദരിമാർ ഇതിനകത്തുണ്ട്. ഒരു 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 പുണ്യ മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്, അല്ലേ? അതിന് മുന്നോടിയായിട്ട് ദൈവം പടച്ചവൻ നിങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ഒരു വലിയൊരു അവസരം തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയത്. എൻ്റെ ഫാമിലി, ഭാര്യ, 2 ചെറിയ കുട്ടികളുണ്ട്. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം ഞാൻ ഇല്ലാണ്ടായാലും എൻ്റെ ഈ ബിസിനസ് റൺ ചെയ്യും. എൻ്റെ കുടുംബത്തിന് ഈ പറഞ്ഞ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് 8.5 വർഷങ്ങൾക്ക് മുൻപ് ജീവാൻ സാർ ഈ ഓപ്പർച്യൂണിറ്റി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റി, മൈ ഡിയർ ഫ്രണ്ട്സ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവട്ടെ. നല്ല തീരുമാനമെടുക്കുക. നിങ്ങളെ എല്ലാ ആളുകളെയും ഈ ഒരു വിവാഹ കുടുംബത്തിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവാ. താങ്ക് യു രാജേഷ് കുമാർ സാർ. വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന് എല്ലാ ആളുകളും നിറഞ്ഞൊരു കയ്യടിയും ഹാർട്ട് സിംബലും രാജേഷ് സാറിന് കൊടുക്കണം. താങ്ക് യു രാജേഷ് സാർ. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് വളരെ ഭംഗിയായിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ള അബ്ദുൾ റൌഫ് സാറിനും, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള റംല മാഡം, അതുപോലെ തന്നെ ഷാഹിർ സാർ, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്പീച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള രാജേഷ് കുമാർ സാറിനും നന്ദി അറിയിക്കുകയാണ്. ഇവിടെ പ്രോഗ്രാം കേട്ടിട്ടുള്ള വ്യക്തികൾ നിങ്ങളാണ്. നല്ലൊരു തീരുമാനം എടുക്കാൻ സർവശക്തൻ തുണക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവാ. സൈനിങ് ഓഫ്, ഷാഹുൽ അമീൻ, പേൾ എക്സിക്യൂട്ടീവ് ഓഫ് ഇൻഡസ് വിവാ.